ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂൺ 4. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ പഠനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് സംഖ്യാപുസ്തകം 34-ാമത്തെ അധ്യായമാണ്. ഈ 34-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനം കനാനിൽ പ്രവേശിച്ച് ദേശം കീഴടക്കി ദേശത്തിൻ്റെ വിഭജനം നടത്തുന്നതായിരിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദീർഘമായിരിക്കുന്ന പ്രദേശം 31 അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെ നിഗ്രഹിച്ച് അവരുടെ ദേശം പിടിച്ചടക്കി. 2 ഗോത്രങ്ങൾക്ക് യോർദാന് കിഴക്കുള്ള ദേശം പിടിച്ചടക്കി. അതവർക്ക് 2 ഗോത്രങ്ങൾക്കായിട്ട് ഭാഗിച്ചു കൊടുത്തു. അതിനുശേഷം അവർ കനാനിലേക്ക് പ്രവേശിച്ചു, യുദ്ധങ്ങൾ ചെയ്തു. ആ യുദ്ധങ്ങൾക്ക് ഒടുവിൽ ദേശം പിടിച്ചടക്കി വിഭജിക്കാനായിട്ട് പോവുകയാണ്. ഈ അധ്യായത്തിൽ വിഭജിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ചെയ്തതായിരിക്കുന്ന ക്രമീകരണം എന്ന് പറയുന്നത് ഈ 9 ഗോത്രങ്ങൾക്കുള്ള അവകാശം വിഭാഗിച്ച് നൽകുവാനായിട്ട് ദൈവം ന്യായാധിപനായ യോശുവയെയും മഹാപുരോഹിതനായ എലയാസാറെയും ചുമതലപ്പെടുത്തി. അതായത് രാഷ്ട്രീയ നേതാവാണ് യോശുവ, ദ പൊളിറ്റിക്കൽ ലീഡർ. എലയാസർ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ലീഡറാണ്, മഹാപുരോഹിതനാണ്. ഈ 2 ആളുകളെയാണ് ദൈവം ഈ ദേശം ഭാഗിച്ച് 9 ഗോത്രങ്ങൾക്ക് കൊടുക്കുന്ന ഉത്തരവാദിത്വം ഏർപ്പെടുത്തിയത്. അതൊരു നല്ല ക്രമീകരണമാണെന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയവും ആത്മീയവുമായ നേതൃത്വം സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ സഹകരിച്ചാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഇന്നത്തെ ലോകത്ത് നമുക്ക് സാധിക്കുകയില്ല. ഇപ്പം നമ്മുടെ സഭയുടെ മൂപ്പന്മാരും അതുപോലെ പഞ്ചായത്തിൻ്റെ ആളുകളും കൂടെ ചേർന്നും നമുക്ക് ഭരണം നടത്താനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് അത് സാധിക്കുമായിരുന്നു. കാരണം അവിടെ തിയോക്രസിയാണ്, ദൈവമാണ് അവരെ ഭരിക്കുന്നത്. ആ ഭരണത്തിൻ്റെ ഭാഗമായി ചെയ്തിട്ടുള്ള ക്രമീകരണമാണ് ആത്മീയ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം പുരോഹിതന്മാർക്കും രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം ന്യായാധിപന്മാർക്കും അല്ലെങ്കിൽ രാജാക്കന്മാർക്കും ഏൽപ്പിച്ചു കൊടുത്തു. അവർ സഹകരിച്ചാണത് ചെയ്തത്. എന്നാൽ സഹകരിച്ചാണ് ചെയ്തതെങ്കിലും ദൈവം മോശ മുഖാന്തരം ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇവരെ 2 പേര് നല്ല ആളുകളാണ്, അവരെ നല്ല ആത്മീയരാണ്, ദീർഘദർശനമുള്ള ആളുകളാണ്, സ്വഭാവശുദ്ധിയുള്ള ആളുകളാണ്. എന്നാൽ അവർ മാത്രം പോരാ. ഈ 9 ഗോത്രങ്ങളിൽ നിന്നും ഓരോ ഗോത്രത്തിലെ ഓരോ പ്രഭു കൂടെ അവരുടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ഓരോ പ്രഭു, അങ്ങനെയാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യാതൊരു ഗോത്രവും ഞങ്ങളെ അവഗണിച്ചു, യോശുവയുടെ ഗോത്രക്കാർക്ക് കൂടുതൽ കൊടുത്തു എന്നോ എലയാസറിൻ്റെ ഗോത്രക്കാർക്ക് കൂടുതൽ കൊടുത്തു എന്നോ ഒന്നും പറയാനായിട്ട് ഇടയാകരുത്. എല്ലാ ഗോത്രങ്ങളുടെയും തലവന്മാരായിരിക്കുന്ന ഓരോരുത്തരും ഈ രാജ്യം വിഭജിക്കുന്നതായിരിക്കുന്ന ആ സംഘത്തിലുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അവരുടെ താല്പര്യങ്ങൾ അവർ പറയാനും തങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും പ്രദേശമുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് അവരുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യാനും ഒക്കെയുള്ളതായിരിക്കുന്ന അവസരമാണ്. ഡ്യൂ റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. ആ റെപ്രസെൻറ്റേഷൻ വേണം എന്ന് ദൈവം മോശയോട് പറഞ്ഞപ്പോൾ, മോശ അത് യോശുവയോട് പറഞ്ഞപ്പോൾ വളരെ ബുദ്ധിപൂർവമായിരിക്കുന്ന ഒരു നടപടിയാണ് അവിടെ ഉണ്ടായത്. ദൈവം ചെയ്ത കാര്യങ്ങൾ ഏറെ സൂക്ഷ്മതയോടെയാണ് ചെയ്തത് എന്നാണ് നാം കാണുന്നത്. പരാതികൾ ഉണ്ടായ ശേഷം പരിഹരിക്കുന്നതിനേക്കാൾ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെയാണ്. ആൻ ഔൺസ് ഓഫ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ എ പൗണ്ട് ഓഫ് ക്യൂർ എന്ന് പറയാറുണ്ട്. അതെ, നമ്മൾ അല്ലെങ്കിൽ സാധാരണ പറയാറുണ്ട്, മുള്ളുകൊണ്ട് എടുക്കേണ്ടത് തൂമ്പാവുകൊണ്ട് എടുക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ ഒടുവിൽ എന്ത് ചെയ്യും, സങ്കീർണമായി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടിയെ പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവനല്ല, മനുഷ്യൻ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണ്. അങ്ങനെയാണ്. ദൈവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ളതായിരിക്കുന്ന എല്ലാ മുന്നറിയിപ്പുകളും അതിനുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങളും ദൈവം ചെയ്യുന്നവനാണ്. അങ്ങനെയൊക്കെ ചെയ്താലും മനുഷ്യൻ എന്ത് ചെയ്യും, മനുഷ്യൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതാണ് മനുഷ്യൻ്റെ സ്വഭാവം. പാപസ്വഭാവമുള്ള മനുഷ്യന് എന്തെങ്കിലുമൊക്കെ തെറ്റായ ചിന്തകൾ ചിന്തിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഓരോ ഗോത്രത്തിനും തിരഞ്ഞെടുത്തത് ആ ഗോത്രത്തിലെ പ്രഭുവായ ഒരാളെയാണ്. ഈ ഒരു ഗോത്രത്തിൻ്റെ പ്രഭുവായിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഹീ ഈസ് എ ലീഡർ. ഏറ്റവും നല്ല സാക്ഷ്യമുള്ളവനും നല്ല ജ്ഞാനമുള്ളവനും ജനങ്ങൾക്ക് വിശ്വാസമുള്ളവനും ഒരു തലയെടുപ്പുള്ളവനും എന്ന് പറയില്ലേ, അതുപോലെ ദൈവിക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നവർ ഒക്കെ ആയിട്ടുള്ളതായിരിക്കുന്ന ആളുകളാണ് ഈ പ്രഭുക്കന്മാരെന്ന് പറയുന്നത്. ഗോത്രത്തിൻ്റെ പ്രഭു എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതും പ്രത്യേകിച്ച് സ്ഥലം വിഭാഗിക്കുക എന്ന് പറയുന്നത് ഇനിയിപ്പം ഇതൊരു രാജ്യം മുഴുവനും 9 ഗോത്രങ്ങൾ വിഭാഗിച്ചു കൊടുക്കുന്ന കാര്യമാണ്. പോകട്ടെ, ഒരു വീട്ടിലെ 10 സെൻറ്റ് വസ്തുവോ 1/2 ഏക്കർ വസ്തുവോ മക്കൾക്കിടയിൽ ഭാഗിക്കുന്നിടത്ത് പോലും എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അവരുടെ അടുത്ത് ഉണ്ടാകുന്നത്. ഭാഗോടമ്പടി കഴിയുന്നതോടുകൂടി സഹോദരന്മാരും തമ്മിൽ സംസാരിക്കാത്ത സ്ഥിതി അവരുടെ അടുത്തും ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് അങ്ങനെ സംഭവിച്ചില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ
വളരെ ചിട്ടയോടും അടുക്കോടും വിവേകത്തോടും ജ്ഞാനത്തോടും കൂടിയാണ് കാര്യം ചെയ്തത്. ഈ ജ്ഞാനവും ഈ ക്രമീകരണവും നമ്മുടെ എല്ലാ ഇടയിലുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഒരു വീട്ടിലെ വസ്തു വിഭജിക്കുന്ന കാര്യത്തിൽ സമയമായാൽ പോലും സഭയിലെ മൂപ്പന്മാരെ കൂടെ വരുത്തുന്നത് നല്ലതാണ്. ചില സമയത്ത് അയൽവക്കത്തെ പ്രധാനികളായിരിക്കുന്ന ചില ആളുകളെ കൂടെ വരുത്തുന്നത് നല്ലതാണ്. മക്കളെ എല്ലാവരും വരട്ടെ, എല്ലാവരും കൂടെ കൂടി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ, ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് ഓരോരുത്തർക്കും വീതം കൊടുക്കട്ടെ. പിന്നാലെ അതിൻ്റെ പുറത്ത് വേറെ ഭിന്നത ഉണ്ടാകാതിരിക്കാനായിട്ട് അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. യോശുവയുണ്ട് എല്ലാ നേതാവായിട്ട്, പൊളിറ്റിക്കൽ ലീഡറാണ്. അതുപോലെ തന്നെ മഹാപുരോഹിതനുണ്ട്, താൻ സ്പിരിച്വൽ ലീഡറാണ്. ഇത് രണ്ടും പോരെങ്കിൽ ഓരോ ഗോത്രത്തിൻ്റെയും പ്രഭുക്കന്മാരുണ്ട്. അവർ ആ ഗോത്രങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ആളുകളാണ്. അവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ വസ്തു വിഭജിച്ചത്. അതുകൊണ്ട് സ്വാർത്ഥമതികൾക്ക് തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞില്ല. യോർദാന് നദിക്ക് കിഴക്കുള്ളതായിരിക്കുന്ന സ്ഥലങ്ങൾ അവർ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ സ്വാർത്ഥ താല്പര്യമുള്ളതായിരിക്കുന്ന രൂപൻ ഗോത്രമൊക്കെ എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ആടും മാടും ഒക്കെ ഒരുപാടുണ്ട്, ഈ ദേശം ഞങ്ങൾക്ക് തന്നേക്കും എന്ന് പറഞ്ഞു. പക്ഷേ ആ ദേശം പിന്നെ ദൈവം വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന ഈ കനാനിൻ്റെ ഭാഗം ആയിരുന്നില്ല അന്ന്. അതുകൊണ്ട് വേറെ ആരും അതിനുവേണ്ടി വാദങ്ങളൊന്നും ഉന്നയിച്ചില്ല, അവർക്കത് കിട്ടുകയും ചെയ്തു. നമ്മുടെ സ്വാർത്ഥതകൾ പലപ്പോഴും പൊന്തി വരുന്നത് ഈ ഭൗതികമായിരിക്കുന്ന വസ്തുക്കളുടെ വിഭജനത്തിലാണ്. സാധനങ്ങളും വീടുകളും പറമ്പുകളും ഒക്കെ വിഭജനം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ സഭകളിൽ പോലും അതുണ്ടാകുന്നുള്ളതാണ്. സഭകളിലെ സ്ഥാനങ്ങൾ കൈക്കാരന്മാരാകുക, ഡീക്കന്മാരാകുക, ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ എനിക്ക് വേണം എന്നുള്ളതായിരിക്കുന്ന ചിന്ത വരുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾ വരുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. മോശ ചെയ്തതായിരിക്കുന്ന അവൻ നല്ല ക്രമീകരണം എത്ര മനോഹരമായിരിക്കുന്ന ക്രമീകരണമാണ്. പ്രശ്നങ്ങളെ മിനിമൈസ് ചെയ്യുവാൻ തക്കവണ്ണം, അതുപോലെ തന്നെ പ്രശ്നങ്ങളെ ഒഴിവാക്കുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന വിവേകത്തോടു കൂടി അവർ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമുക്കും കൃപ നൽകട്ടെ.